പ്ലസ് വൺ ഫിസിക്സ് രണ്ടാമത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ഈ ചാപ്റ്ററിനെ പറ്റിയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോഗോസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എത്ര തരമാണുള്ളത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. നമുക്ക് ഒന്നുകൂടി ഒന്ന് ഓർമ്മിച്ചേക്കാം. നേരിട്ടോ അല്ലാതെയോ അളവുകൾ എടുക്കാൻ കഴിയുന്ന എന്തിനേയും നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കാം. ക്വാണ്ടിറ്റീസ് that can be measured directly or indirectly are called physical quantities. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അഥവാ ഭൗതിക അളവുകൾ രണ്ട് തരമുണ്ട്. രണ്ട് തരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്: ബേസിക് ഓർ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഈ രണ്ട് കാര്യങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അടിസ്ഥാന അളവുകൾ അല്ലെ, അതാണ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇവയിൽ നിന്നുണ്ടാക്കാൻ കഴിയുന്ന അളവുകൾ, അതാണ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇവയെ പറ്റിയൊക്കെ നമുക്ക് പറയാം. ഇത് നമുക്ക് യൂണിറ്റുകളെ പറ്റി നോക്കാം അല്ലെ. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നാണ്. അപ്പൊ എന്താണ് ഒരു ഫിസിക്കൽ യൂണിറ്റ് എന്താണെന്നുള്ള കാര്യം നോക്കാം. ഫിസിക്കൽ യൂണിറ്റിന്റെ ഡെഫിനിഷൻ ഇതാണ്: ദ സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് എ physical quantity chosen to measure the quantity of the same kind is called a physical unit. ഒരേ തരത്തിലുള്ള ഭൗതിക അളവുകൾ അവ നമുക്ക് അളക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് തരം ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, ആ ഒരു കാര്യത്തിനെ നമ്മൾ ഫിസിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കുക. ഉദാഹരണത്തിന്, ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്നുമുള്ള നീളമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്ന ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നെ ആയിരിക്കും. ഒരിക്കലും നമ്മൾ സമയത്തിന്റെയോ അല്ലെങ്കിൽ മാസിന്റെയോ ബേസിൽ ഒരിക്കലും നീളം പറയാറില്ല. അപ്പൊ എന്തുകൊണ്ടാണ്? ആരൊക്കെ നീളം അളന്നാലും, ആരൊക്കെ നീളം അളക്കേണ്ട സാഹചര്യം വന്നാലും അവിടെയെല്ലാം നമ്മൾ എടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോ ഒരേപോലത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അത് ആര് അതിന്റെ യൂണിറ്റ്, അതിന്റെ മെഷർമെന്റ് എടുക്കുകയാണെങ്കിലും അപ്പോൾ നമുക്ക് എടുക്കേണ്ടത് ഏത് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്നുള്ള കാര്യത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ബേസ് കിടക്കുന്നത് ഫിസിക്കൽ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു പോർഷനിലാണ്. ഭാരം നമ്മൾ അളക്കുകയാണെങ്കിൽ ഭാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും മാസ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ നോക്കുന്നത്. ടൈമിന് നമ്മൾ ടൈം എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അടുത്തതായി നമുക്ക് യൂണിറ്റ് സിസ്റ്റം എന്താണ് എന്ന് നോക്കാം. യൂണിറ്റ് സിസ്റ്റം, അതിന്റെ ഡെഫിനിഷനിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് കടന്നു ചെല്ലാം. യൂണിറ്റ് സിസ്റ്റം എന്നാൽ എന്താണെന്നുള്ള കാര്യം ഒന്ന് നോക്കാം. എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് യൂണിറ്റ്സ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ all kinds of fundamental and derived unit quantities is called a system of units. നമുക്ക് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനും നമുക്ക് യൂണിറ്റുകൾ പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ കംപ്ലീറ്റ് സെറ്റ് ഓഫ് യൂണിറ്റ്സ് ഫോർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഫോർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, അവയാണ് യൂണിറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. എല്ലാ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനും യൂണിറ്റുകളുണ്ട്, അതുപോലെ തന്നെ എല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനും യൂണിറ്റുകളുണ്ട്. അപ്പൊ ഇവയെ ചേർത്തിട്ടാണ് നമ്മൾ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ യൂണിറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇത് പല രാജ്യങ്ങളിലും പല രീതിയിലാണ് ഉപയോഗിക്കാറ്. നമുക്ക് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിലും പ്രധാനമായും നമുക്ക് മാസിനെയും ലെങ്തിനെയും ടൈമിനെയും ഒന്ന് വേർതിരിച്ച് ഇങ്ങോട്ട് എടുക്കാം. ഈ മാസും ലെങ്തും ടൈമും പല രാജ്യങ്ങളിലും അവർ ഫോളോ ചെയ്യുന്നത് പല രീതിയിലാണ്. നമ്മുടെ രാജ്യത്ത് ഏതാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനോടകം അറിയാം: മാസും ലെങ്തും ടൈമും. അങ്ങനെ 3 സിസ്റ്റങ്ങളായിട്ട് നമുക്ക് മൊത്തം മുഴുവൻ രാജ്യങ്ങളിലെ നോക്കിക്കഴിഞ്ഞാൽ 3 സിസ്റ്റങ്ങളായിട്ട് നമുക്ക് ഒന്ന് തരംതിരിക്കാം. ആ സിസ്റ്റങ്ങൾ ഇതൊക്കെയാണ്: CGS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം. ഈ പേരുകൾ സൂചിപ്പിക്കുന്നത് ലെങ്തും മാസും ടൈമും ഏത് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ അളക്കുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. ആദ്യമായി നമുക്ക് CGS സിസ്റ്റത്തെ പറ്റി ഒന്ന് നോക്കാം.
CGS സിസ്റ്റത്തിൽ ലെങ്ത് സെന്റിമീറ്ററിലും മാസ് ഗ്രാമിലും ടൈം സെക്കൻഡിലുമാണ് നമ്മൾ അളക്കുന്നത്. അതുകൊണ്ടാണ് ആ സിസ്റ്റത്തിന് CGS സിസ്റ്റം എന്ന് പേര് വന്നത്. FPS സിസ്റ്റത്തിലേക്ക് നമുക്കൊന്ന് നോക്കിയാലോ. ഇത് ഒരു ബ്രിട്ടീഷ് സിസ്റ്റമാണ് എന്ന് പറയാം. ഇതില് ലെങ്ത് ഫുട്ടിലും മാസ് പൗണ്ടിലും ടൈം സെക്കൻഡിലുമാണ് നമ്മൾ അളക്കുന്നത്. അതുകൊണ്ട് ഈ സിസ്റ്റത്തിന് FPS സിസ്റ്റം എന്ന് പേര് കൊടുത്തിരിക്കുന്നു. അടുത്തൊരു സിസ്റ്റമാണ്, ഒരു ഫ്രഞ്ച് സിസ്റ്റമാണ് എന്ന് പറയാം. ആ സിസ്റ്റത്തിന്റെ പേരാണ് MKS സിസ്റ്റം. അതിൽ ലെങ്ത് മീറ്ററിലും മാസ് കിലോഗ്രാമിലും ടൈം സെക്കൻഡിലുമാണ് നമ്മൾ അളക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ MKS സിസ്റ്റം എന്ന് വിളിക്കുന്നു. സിസ്റ്റം ഓഫ് യൂണിറ്റുകളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം അല്ലെ. CGS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം. എന്നാൽ ഇവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഓൾ ഓവർ ദ വേൾഡ് അല്ലെ, നമുക്ക് അതിനെ ഒരേ ഒരു യൂണിറ്റിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഓക്കെ, SI സിസ്റ്റം എന്ന് വിളിക്കാം. അപ്പം ഈ SI സിസ്റ്റത്തിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനും അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനും ഫിക്സഡ് ആയിട്ട് ഒരു യൂണിറ്റ് നിലനിൽക്കുകയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാവർക്കും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് യൂണിറ്റുകൾ ഉണ്ട്. അവ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കാം. 7 ഫണ്ടമെന്റൽ യൂണിറ്റുകളാണ് ഉള്ളത്, അത് നിങ്ങൾക്കറിയാം അല്ലെ. അപ്പൊ അവയ്ക്കെല്ലാം ഏതൊക്കെ യൂണിറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ലെങ്തിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അതിന്റെ സിമ്പൽ M ആണ്. മാസിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് കിലോഗ്രാം ആണ്. kg എന്ന് നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ടൈമിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് സെക്കൻഡ് ആണ്. ക്യാപിറ്റൽ ലെറ്റർ S ആണ് നമ്മൾ സൂചിപ്പിക്കാറ്. ടെമ്പറേച്ചർ കെൽവിനിലാണ് നമ്മൾ പറയാറ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട്, SI യൂണിറ്റ് ആയിട്ട്. K ആണ് അതിന്റെ സിമ്പൽ. ഇലക്ട്രിക് കറന്റ് ആംപിയർ, ക്യാപിറ്റൽ A ആണ് സിമ്പൽ. ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡല, CD അതാണ് അതിന്റെ സിമ്പൽ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, MOL ഇതാണ് അതിന്റെ സിമ്പൽ. ഇവ കൂടാതെ 2 സപ്ലിമെന്ററി യൂണിറ്റുകൾ കൂടി നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. ഒന്നാമത്തേത് പ്ലെയിൻ ആംഗിൾ ആണ്, അതിന്റെ യൂണിറ്റ് റേഡിയൻ. രണ്ടാമത്തേത് സോളിഡ് ആംഗിൾ, അതിന്റെ യൂണിറ്റ് സ്റ്റിറേഡിയൻ. അപ്പൊ നമ്മുടെ ഫണ്ടമെന്റൽ യൂണിറ്റുകളുടെ എല്ലാം 7 ഫണ്ടമെന്റൽ യൂണിറ്റുകളുടെയും ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് അല്ലെങ്കിൽ SI യൂണിറ്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം. ഈ ഫണ്ടമെന്റൽ യൂണിറ്റുകളുടെ എല്ലാം യൂണിറ്റുകൾ നിങ്ങൾ കണ്ടപ്പോഴും നിങ്ങൾക്ക് അതിലെ പല മേഖലകൾ നിങ്ങൾക്കറിയാം അല്ലെ. ഉദാഹരണത്തിന് നമ്മൾ ലെങ്ത് മെഷർ ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ കിലോമീറ്ററിൽ പറയാം, മീറ്ററിൽ പറയാം, സെന്റിമീറ്ററിൽ പറയാം, വേണമെങ്കിൽ മില്ലിമീറ്ററിൽ പറയാം അല്ലേ. അങ്ങനെ നമുക്ക് പലതരത്തിൽ പറയാൻ പറ്റും. പക്ഷെ SI സിസ്റ്റം അനുസരിച്ച് നമുക്കറിയാം ലെങ്ത് മീറ്ററിൽ മാത്രമേ പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് ഏതിലാണോ നമ്മൾ അളവെടുക്കുന്നത് അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ടാണ് നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് അളവായിട്ട് പറയാറ്. എന്നാൽ വളരെ വലിയ ദൂരങ്ങൾ, ലാർജ് ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക? നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കിലോമീറ്റേഴ്സ് അതിലൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പക്ഷെ 2 ഗ്രഹങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ശൂന്യാകാശത്തെ 2 കാര്യങ്ങൾ തമ്മിൽ പറയാനോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ലാർജ് ഡിസ്റ്റൻസുകൾ നമുക്ക് അളക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ഈ വലിയ ദൂരങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ് കാര്യം. അതിലേക്ക് നമുക്കൊന്ന് നോക്കാം. ലാർജ് ഡിസ്റ്റൻസ് അളക്കുന്ന ചില അളവുകൾ. ലാർജ് ഡിസ്റ്റൻസ് അത് അളക്കുന്നതിനുള്ള പ്രാക്ടിക്കൽ യൂണിറ്റുകൾ നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് 3 യൂണിറ്റുകളെ പറ്റിയാണ്. ഒന്നാമത്തെ യൂണിറ്റ് ആണ് ലൈറ്റ് ഇയർ. അതിന്റെ നിർവചനം ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ വാക്വം ഇൻ 1 ഇയർ. വാക്വത്തിൽ അല്ലെങ്കിൽ ശൂന്യതയിൽ 1 വർഷം കൊണ്ട് ലൈറ്റ് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം, അതിനെയാണ് ലൈറ്റ് ഇയർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ വാക്വം ഇൻ 1 ഇയർ. അതിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 1 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു 9.4673 ഇൻറ്റു 10⁻15 മീറ്റർ. അത്രയും അളവാണ് ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. മറ്റൊരു ലാർജ് ഡിസ്റ്റൻസ് അളക്കാനുള്ള അളവാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് AU. നിങ്ങൾ പലരും ഇത് കേട്ടിരിക്കും. എന്താണ് അതിന്റെ നിർവചനം എന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മീൻ ഡിസ്റ്റൻസ് ഓഫ് എർത്ത് ഫ്രം ദ സൺ. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ദൂരം, അതിനെയാണ് നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. നോക്കാം.
1 astronomic unit is equal to 1.496 into 10 raised to 11 meter. ഓക്കെ, മറ്റൊരു ലാർജ് ഡിസ്റ്റൻസ് അളക്കാനുള്ള യൂണിറ്റ് ആണ് പാർ സെക്കൻഡ് അല്ലെങ്കിൽ പാർലാറ്റിക് സെക്കൻഡ്. ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് യൂസ്ഡ് ഇൻ അസ്ട്രോണമി. It is defined as the distance at which an arc of length 1 astronomic unit subtends an angle of 1 second of arc. അതിന്റെ അളവ് എന്ന് പറയുന്നത് 3.08 into 10 raised to 16 meter ആണ്. ഇൻക്രീസിംഗ് ഓർഡർ പറയുകയാണെങ്കിൽ 1 parsecond is greater than 1 light year is greater than 1 astronomic unit. 1 parsecond ആണ് നമുക്ക് എടുക്കാൻ കഴിയുന്നതിൽ വെച്ച് ലാർജസ്റ്റ് ആയിട്ടുള്ള ലെങ്തിന്റെ അളവ്. നീളം അളക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽ മീറ്റർ സ്കെയിലാണ് നാം സാധാരണ ചെറിയ ദൂരങ്ങൾ അളക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അളവുകൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വെർനിയർ കാലിപ്പേഴ്സ് ഉണ്ട്, അതിലും ചെറിയ അളവാണെങ്കിൽ സ്ക്രൂ ഗേജസ് ഉണ്ട്. ഇങ്ങനെ പലതരത്തിൽ നമുക്ക് ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. +1 ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, ആ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നീ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സിസ്റ്റം ഓഫ് യൂണിറ്റുകളെ പറ്റിയും ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ചില അളവുകളെ പറ്റിയുമാണ്. ഇത്തരത്തിലുള്ള അളവുകൾ നിത്യേന നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നവയാണ്. ഈ ചാപ്റ്ററിന്റെ തുടർന്നുള്ള ക്ലാസ്സുകൾ ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തത്സമയം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.